ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ നിർണായക വഴിത്തിരിവ്. ഓം പ്രകാശ് താമസിച്ച മുറിയിൽ കൊക്കൈൻ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഇതോടെ കൊച്ചിയിൽ നടന്നത് ലഹരി പാർട്ടി തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. പാർട്ടിയിൽ പങ്കെടുത്തവരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. മുറിയിൽ നിന്ന് കണ്ടെത്തിയ കവറിന്റെ കെമിക്കൽ ലാബ് പരിശോധനയിലാണ് കൊക്കൈൻ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇതോടെ നടന്നത് ലഹരി പാർട്ടിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതോടെ NDPS ആക്ട് പ്രകാരം അന്വേഷണ സംഘത്തിന് നടപടികൾ തുടരാം. ലഹരി പാർട്ടി നടന്ന മുറിയിലേക്ക് താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ലഹരി പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ലെന്നും ഓം പ്രകാശുമായി ബന്ധമില്ല എന്നുമാണ് രണ്ട് താരങ്ങളും മൊഴി നൽകിയത്. ഇവർക്ക് കേസുമായി ബന്ധമില്ലെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. മുറിയിലെത്തിയ മറ്റുള്ളവരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. മുറിയിലെത്തിയവരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. കൊക്കൈൻ ഉപയോഗിച്ചതായി തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഓം പ്രകാശിന് ജാമ്യം നൽകിയത്. ഓം പ്രകാശിനെയും കൂട്ടാളി ഷിഹാസിനെയും കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ മാസം 6-നാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിപ്പോർട്ടർ, കൊച്ചി.